പരമപ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. 3 ഘടകങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. അതിൽ സോൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മളുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഹൃദയം, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടേതായ കാഴ്ചപ്പാടുകൾ, നമ്മുടേതായ ബോധ്യങ്ങൾ, അങ്ങനെ അനേകം കാര്യങ്ങൾ ഉൾപ്പെടും. നമ്മുടേതായ തീരുമാനങ്ങൾ, നമ്മുടെ ഇനിഷ്യേറ്റീവ്, ഇതെല്ലാമാണ് ഈ സോൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ വരുമ്പോൾ ആത്മാവും മനസ്സും ശരീരവും, ഈ 3 ഘടകങ്ങളുണ്ട്. അതിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ ഛായ എന്താണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണെന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവം ആത്മാവാണെങ്കിൽ ആത്മാവായ ദൈവം തീരുമാനിച്ചു നമുക്ക് നമ്മുടെ ഛായയിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ഛായ ആത്മാവാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാക്കളാണ്. ഞാൻ എന്ന വ്യക്തി ഒരു ആത്മാവാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുരുഷനായാലും സ്ത്രീ ആയാലും ദൈവം നോക്കുമ്പോൾ നീ ഒരു ആത്മാവാണ്. ഈ ആത്മാവായ എനിക്ക് ഈ ഭൂമിയിൽ വസിക്കുവാനായിട്ട്, ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്, ഈ ഭൂമിയിൽ കാണപ്പെടാനായിട്ട് ദൈവം ഈ ഭൂമിയിലെ മണ്ണെടുത്ത് എനിക്കൊരു മനുഷ്യ ശരീരം രൂപപ്പെടുത്തിയിട്ട് ആ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ആണ് തൻ്റെ യഥാർത്ഥമായ ഛായയും സാദൃശ്യവുമാകുന്ന ആത്മാവിനെ വെച്ചിരിക്കുന്നത്. ആ ആത്മാവ് എൻ്റെ ഉള്ളിൽ ജീവനോടെ ഇരുന്ന് ആ ആത്മാവ് എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചുവോ, ദൈവം എന്തിനു വേണ്ടി എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നുവോ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആത്മാവിന് ജീവനില്ലെങ്കിൽ എനിക്ക് സാധിക്കത്തില്ല. ഇന്ന് ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണെന്ന് നമ്മൾ കേൾക്കാൻ കാര്യം ദൈവമാത്മാവാണ്. ദൈവത്തിൻ്റെ ശത്രുവാകുന്ന പിശാച്, നേരത്തെ ലൂസിഫർ ആയിരുന്ന പ്രധാന മാലാഖ, സ്വർഗത്തിലായിരുന്ന പ്രധാന മാലാഖ, ദൈവത്തോട് മത്സരിച്ച് ദൈവത്തോട് യുദ്ധം ചെയ്ത് അവനെ സ്വർഗത്തിൽ നിന്നും താഴെ ചാടിച്ചപ്പോൾ അവൻ ഈ ഭൂമിയിൽ വന്ന് വീണു. അവൻ ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം തിരുമനസ്സായി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഈ ഭൂമിയിലാക്കും. അപ്പം നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം ഇവിടെ വസിക്കുവാൻ അനുവദിച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ സത്യമുണ്ട്. എന്നാൽ ആദ്യ മാതാപിതാക്കന്മാർ പെരുകി വർദ്ധിച്ച് ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പായിട്ട് പിശാച് ഈ ആദ്യ മാതാപിതാക്കന്മാരെ വഴിതെറ്റിച്ച് ജീവന്റെ വൃക്ഷമാകുന്ന അവരുടെ ആത്മാവിന് ജീവൻ കൊടുക്കുന്നതാണ് ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത്. ആ ജീവന്റെ വൃക്ഷം ആത്മാവിൻ്റെ ഭക്ഷണമാണ്, ദൈവവചനമാണ്. ആ ദൈവവചനം യേശുവാണ്. അതാണ് ജീവന്റെ വൃക്ഷം. ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അവരെ തന്ത്രപൂർവ്വം വഴിതെറ്റിച്ച് ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് നന്മതിന്മകളെക്കുറിച്ച് വിവേചിച്ചറിയാവുന്ന ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ആ വൃക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ നിന്നും വ്യതിചലിച്ച് ദൈവത്തിൻ്റെ വചനത്തോട് കീഴ്പ്പെടാതെ തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുക. അത് തൻ്റെ ആരാധനക്രമത്തിലാണെങ്കിലും വചനമനുസരിച്ചുള്ള ആരാധനയല്ല. തൻ്റെ മതപരമായ ജീവിതമാണെങ്കിലും വചനമനുസരിച്ചുള്ള ജീവിതമല്ല. തനിക്ക് തോന്നുന്ന ആചാരങ്ങളും തനിക്ക് തോന്നുന്ന അനുഷ്ഠാനങ്ങളും തൻ്റെതായ പാരമ്പര്യങ്ങളും തൻ്റെതായ ബോധ്യങ്ങളും തൻ്റെതായ വിശ്വാസങ്ങളും ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മനുഷ്യന് തോന്നുന്ന വിധത്തിൽ അവൻ ദൈവത്തെ ആരാധിക്കുക. അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല. അപ്പോൾ നമ്മൾ ആ വിധത്തിൽ നമ്മൾ നന്മ ചെയ്താലും നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള പാപങ്ങൾ ചെയ്താലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് പുറത്താണ്. ഇങ്ങനൊരു വ്യക്തിയായിരുന്നു നിക്കോദേമോസ്. അപ്പോൾ ഇന്ന് മനുഷ്യന് ഒരു ആത്മീയ ശത്രുവാകുന്ന പിശാചിൻ്റെ അടിമത്തത്തിലാണെന്നും അവൻ്റെ ബന്ധനത്തിലാണെന്ന് പോലും
മനുഷ്യൻ അറിയുന്നില്ല. ആ അറിവ് വരുന്നത് വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ ദൈവവചനത്തിലൂടെ നമുക്കൊരു അറിവ് കിട്ടണം, നമുക്കൊരു വെളിപാട് കിട്ടണം, നമുക്കൊരു ആത്മീയ കാഴ്ചപ്പാട് കിട്ടണം. ഞാൻ ആരാണ്, ഞാൻ ആരാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എനിക്കിപ്പോൾ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു നോക്കാൻ എനിക്കറിയത്തില്ല, എനിക്ക് പറ്റത്തില്ല. നിങ്ങളാണ് എന്നെ കാണുന്നത്. എൻ്റെ മുഖത്ത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം, എനിക്ക് കാണത്തില്ല. ഞാനത് കാണണമെങ്കിൽ ഒരു കണ്ണാടി മുന്നിൽ പിടിച്ചാലേ എൻ്റെ മുഖം ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്രകാരം എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്കറിയണമെങ്കിൽ അതിനുള്ള കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം. ഈ കണ്ണാടിയിലേക്ക് നോക്കാതെ ഒരുവനും താൻ ആരാണെന്ന് അറിയാൻ സാധിക്കത്തില്ല. തന്നെ എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചെന്ന് അറിയാൻ സാധിക്കത്തില്ല. തൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇന്ന് താൻ ഒരു ആത്മീയ ശത്രുവാകുന്ന പിശാചിൻ്റെ അടിമത്തത്തിലാണ്, ബന്ധനത്തിലാണെന്ന് അറിയാൻ സാധിക്കത്തില്ല. ഇന്നാരെങ്കിലും പറഞ്ഞു തന്നാൽ നമുക്കത് സ്വീകാര്യമല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്, ആത്മീയമായ ഒരു കാഴ്ചയില്ല. അപ്പോൾ ആ ആത്മീയ സമരത്തിൽ എനിക്ക് വിജയം തരാൻ വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു ആത്മീയ ഒരു വാളാണ് ദൈവത്തിൻ്റെ വചനമെന്ന് എഫേസോസിൻ്റെ 6-ാം അധ്യായം വായിച്ചാൽ കാണാം. നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്. നമ്മളുടെ യുദ്ധം മനുഷ്യരോടല്ല, അന്ധകാര ശക്തികളോടാണ്, പിശാചുക്കളോടാണ്. ആ യുദ്ധത്തിൽ നമ്മളോട് അനേകം ആയുധങ്ങൾ ധരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരായുധം അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാളെടുക്കാനാണ് പറഞ്ഞത്. ഇതൊരു വാളാണെന്നാണ് പറയുന്നത്. ഹെബ്രായർ 4:12 വായിച്ചാൽ കാണാം ഈ വാളിൻ്റെ പ്രത്യേകത. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വാളാണ്. ഈ വാളാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിശാചിനെതിരെ എടുത്തത്. യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് തൻ്റെ 3 പ്രലോഭനങ്ങളിലും പിശാചു പ്രലോഭനം കൊടുത്തപ്പോൾ യേശു ആ പിശാചിനോട് നേരെ എടുത്ത വാള് വചനമായിരുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിശാച് ഓടിപ്പോയി. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളൊരു ആത്മീയ സമരത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മീയമായിട്ട് ബന്ധനസ്ഥരാണ്, പരാജയപ്പെട്ടവരാണ്. ഇനി അഥവാ നമ്മൾ വീണ്ടും ജനിച്ചു എന്നാരെങ്കിലും അവകാശപ്പെടുന്നെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുരോഗതി കാണാത്തതിൻ്റെ കാര്യം, ആത്മീയമായിട്ട് വീണ്ടും ജനിക്കുമ്പോൾ നമുക്കൊരു ശത്രുവുണ്ട്. അവൻ വീണ്ടും നമ്മളോട് പോരാടാൻ വരുമ്പോൾ അവനോട് യുദ്ധം ചെയ്യുന്നത് അതിനുള്ള ഏറ്റവും വലിയ ആയുധം ദൈവത്തിൻ്റെ വചനമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ വചനം. അപ്പോൾ വീണ്ടും ജനിക്കണമെങ്കിൽ വചനം വേണം. ആത്മാവിൽ ഞാൻ പോരാടണമെങ്കിൽ വചനം വേണം. രണ്ടാമത്തെ വിഷയം, ദ സ്റ്റോറി എന്ന എപ്പിസോഡിലെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കേട്ടു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് യേശുക്രിസ്തു ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിച്ച വിശ്വാസികളോടാണ്, അവിശ്വാസികളോടല്ല അല്ല, വിശ്വാസികളോടാണ് സംസാരിച്ചത്. അവരോട് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണമെന്നാണ്. അതായത് വിശ്വാസികൾ സ്വതന്ത്രരല്ല. അപ്പോൾ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണമെങ്കിൽ നിങ്ങൾ സത്യം അറിയണം. ഈ സത്യം അറിയണമെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരാകണം. ശിഷ്യന്മാരാകണമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിൽ ജീവിക്കണം. വീണ്ടും ദൈവവചനത്തിൽ ജീവിച്ചെങ്കിലേ വിശ്വാസിയിൽ നിന്നും ശിഷ്യനായി മാറുകയുള്ളൂ. ഇന്ന് ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ഏതെങ്കിലും വിധത്തിൽ ഒരു വിശ്വാസിയാണ്. യാക്കോബ് 2:19 പറയുന്നു, പിശാച് പോലും വിശ്വാസിയാണ്. പിശാചുക്കൾ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഏകനാണെന്നും ഒക്കെ പിശാചുക്കൾ വിശ്വസിക്കുന്നുണ്ട്. മർക്കോസിന്റെ 1-ാം അധ്യായം എടുത്തു നോക്കിയാൽ പിശാചു ബാധിച്ച ഒരു മനുഷ്യനിലൂടെ പിശാച് സംസാരിച്ചു. നസ്രനായ യേശുവേ, ദൈവത്തിന്റെ മഹോന്നതനായ പുത്ര, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. പിശാചിന് യേശു ആരാണെന്നും അറിയാം. പിശാചുകൾക്ക് രക്ഷയില്ല. അവനും വിശ്വാസിയാണ്.
ഒരുപക്ഷെ അനേകം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് യേശു ആരാണെന്ന് അറിയത്തില്ലെങ്കിലും പിശാചിനറിയാം. എന്നിട്ട് പോലും പിശാചിന് രക്ഷയില്ല. ആ പിശാചിൻ്റെ പോലെയുള്ളൊരു വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളെങ്കിൽ വചനപ്രകാരം നമുക്ക് രക്ഷയില്ല. അതുകൊണ്ടാണ് യേശു യഹൂദന്മാരായ പരിസേയന്മാരോടും പുരോഹിതന്മാരോടും ഒക്കെ മുഖം നോക്കാതെ പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യമറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം എന്താണ്? യോഹന്നാൻ 17:17 പറയുന്നു, നിന്റെ വചനമാണല്ലോ സത്യം. വചനമാണ് സത്യം. വചനമാകുന്ന സത്യം നിന്നെ സ്വതന്ത്രരാക്കുന്ന പറഞ്ഞത്. അപ്പം അന്ധകാര ശക്തികളിൽ നിന്നും, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും, പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ദൈവവചനം. അങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യങ്ങൾ നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന അനേകം വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ പ്രാധാന്യം അറിയാത്ത നല്ല ഒരു ഭൂരിപക്ഷം ആൾക്കാരുമായിട്ടാണ് ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഇതൊരു കഥപ്പുസ്തകമായിട്ട് കാണുന്നവരുണ്ട്, ഇതൊരു ചരിത്രമായിട്ട് കാണുന്നവരുണ്ട്. പലപ്പോഴും തമാശന് ഇതൊക്കെ എടുത്ത് സംസാരിക്കുവാനായിട്ട് അവരുടെ വിനോദങ്ങളിൽ വളരെ സിമ്പിളായിട്ട് യാതൊരു ബഹുമാനവും കൂടാതെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവർക്കറിയാം, ഇത് ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമാണ്. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. യേശു ആകുന്ന വചനത്തിലൂടെ ആണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവന് വേണ്ടി മാത്രമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കാണുന്ന സർവ്വതും, ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരെല്ലാം യേശുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, യേശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. എൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം യേശുവിന് വേണ്ടി ജീവിക്കാനുള്ളതാണെന്ന് അനേകം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് അറിയത്തില്ല. യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ. യേശു ആരാണെന്ന് അറിയാത്തതിൻ്റെ കാരണം യേശുവിനെക്കുറിച്ചുള്ള അജ്ഞത ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ചരിത്രം നോക്കിയാൽ, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന ഒരു എൻസൈക്ലോപീഡിയക്കകത്ത് ചരിത്രത്തിൽ സംഭവിച്ചതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊരു കയ്യിലെടുക്കുക, മറ്റേ കയ്യിൽ ഈ വിശുദ്ധ ഗ്രന്ഥം എടുക്കുക. വിശുദ്ധ ഗ്രന്ഥം വചനം പ്രവചനമാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവീക മനുഷ്യര് പ്രവചിച്ചതാണ്. 1000 വർഷങ്ങൾ മുമ്പ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അനേകം മനുഷ്യരിലൂടെ സംസാരിച്ച കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. ഒരു കൈ പിടിക്കുക, മറു കൈയിൽ ബ്രിട്ടാനിക്ക എന്ന എൻസൈക്ലോപീഡിയ പിടിക്കുക. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ കാണാം, 1000 വർഷങ്ങൾ മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ TV സ്ക്രീനിൽ വചനത്തിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം പറയാനും വായിക്കാനും നേരമില്ല. താല്പര്യമുള്ളവർ ആ വചനങ്ങൾ വായിച്ചിട്ട് എൻസൈക്ലോപീഡിയ വായിച്ച് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം എന്തെല്ലാം പ്രവചിച്ചിട്ടുണ്ടോ അതെല്ലാം നടന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. 1-ാമത്തെ പേജ് മുതൽ വെളിപാട് പുസ്തകത്തിന് മുമ്പ് വരെ സർവ കാര്യങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യമേ നടക്കാനുള്ളൂ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശുവും ശിഷ്യന്മാരും എല്ലാം പ്രവചിച്ചിട്ടുള്ള ഒരു കാര്യം നടക്കാനുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ്
കന്യകാമറിയത്തു നിന്ന് മാംസം ധരിച്ച് ബത്ലഹേമിൽ പിറന്ന ഈ യേശു 33 വർഷം ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ പോയി സ്നാനപ്പെട്ട് 3 വർഷം വചനം പ്രസംഗിച്ച് പിശാചുക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. അതിനുശേഷം അവനെ മനസ്സിലാക്കാതിരുന്ന നല്ല മതത്തിൽപ്പെട്ട യഹൂദ മതത്തിലുള്ളവരും അന്നത്തെ പുരോഹിതന്മാരും അന്നത്തെ പ്രധാന പുരോഹിതന്മാരും കൂടെ ചേർന്ന് അവനെ ക്രൂശിച്ചു. അവൻ ആ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ അടക്കപ്പെട്ടു. അവൻ മരണത്തിന് അവനെ പിടിയിൽ വെക്കാൻ സാധിച്ചില്ല. അവൻ മരണത്തെ തോൽപ്പിച്ചു, പിശാചിനെ തോൽപ്പിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തിട്ട് ആ പാപത്തിന് മേൽ അവൻ വിജയം പ്രാപിച്ചു. നമ്മുടെ ശാപം ഏറ്റെടുത്തു, ആ ശാപത്തിൻ്റെ മേൽ അവൻ വിജയം പ്രാപിച്ചു. നമ്മുടെ രോഗങ്ങളെ അവൻ ഏറ്റെടുത്തു, ആ രോഗങ്ങളുടെ മേൽ അവൻ വിജയം പ്രാപിച്ചു. ഒരു കല്ലറയ്ക്കും അവനെ ഒതുക്കാൻ സാധിച്ചില്ല. 3-ാം നാൾ ആ കല്ലറയിൽ നിന്നും അവൻ ഉത്ഥാനം ചെയ്തു. ഉത്ഥിതനായ യേശു അനേക ദിവസങ്ങൾ അവൻ്റെ ശിഷ്യന്മാർക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടു. അവൻ വീണ്ടും ജീവിക്കുന്നെന്ന് കാണിച്ചു കൊടുത്തു. അവരുടെ കൺമുമ്പിൽ വെച്ച് ആ യേശു വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ 2 ദൂതന്മാർ വന്ന് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്തിന് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു? നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ എപ്രകാരം ഈ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവോ അപ്രകാരം തന്നെ അവൻ വീണ്ടും വരും. യേശു വീണ്ടും വരും. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട സർവ്വകാര്യങ്ങളും നടന്നു കഴിഞ്ഞു. ഒരു കാര്യം മാത്രമേ ഇനി നടക്കാനുള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ആഗമനം. അവൻ 2-ാമത് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ കാണാം, അവൻ്റെ കൂടെ എടുക്കപ്പെടാൻ പോകുന്നത് തൻ്റെ യഥാർത്ഥ സഭയാണ്. ഇന്ന് 29,000 സഭയുണ്ട്. പക്ഷെ ഏതാണ് അവൻ്റെ സഭ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവവചനത്തിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ദൈവവചനത്തിൽ ജീവിച്ച് യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ സേവിക്കുന്ന ഒരു ജനം. എന്താണ് യേശുവിനെ സേവിക്കുക? യേശുവിൻ്റെ കൽപ്പന പാലിക്കുന്നവർ. തൻ്റെ സഭയ്ക്ക് കൊടുത്ത ദൗത്യം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, അവർ രോഗികളെ സൗഖ്യമാക്കും. ഈ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യാത്മാക്കൾക്ക് രക്ഷ കൊടുക്കാൻ വേണ്ടി ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാതെ സ്വർഗരാജ്യം പ്രസംഗിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് അനേകം ആത്മാക്കളെ ജീവനുള്ള കല്ലുകളെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ വിളിക്കുന്ന അനേകം ജീവനുള്ള കല്ലുകൾ കൊണ്ട് യേശു പണിയുന്ന തൻ്റെ സഭയാണ്. ആ സഭയാണ് അവൻ കൂട്ടിക്കൊണ്ട് പോവുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അനേകം ആൾക്കാരെ ദൈവം ഉപയോഗിച്ച് അനേകം ആൾക്കാർ, സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും, ഇന്ന് ഒരുമാതിരിപ്പെട്ട നമ്മൾ ചിന്തിച്ച ഓർക്കാം, ഇവർക്കൊക്കെ എന്തു കാര്യം, ഒരു ജോലി എല്ലാം ഉപേക്ഷിച്ച് ഈ വചനത്തിനു വേണ്ടി ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യജീവൻ്റെ വചസ്സുകൾ തരാൻ. നിക്കോദേമോസിന് ആ വചസ്സായിരുന്നു കുറവ്. നിക്കോദേമോസിന് മതമുണ്ടായിരുന്നു, ആചാരമുണ്ടായിരുന്നു, അനുഷ്ഠാനമുണ്ടായിരുന്നു, ഉപവാസമുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷെ നിത്യജീവനില്ലായിരുന്നു.